പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമീൻ. ദ ട്രൂ ഫെയ്ത്തിലേക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായ സ്വാഗതം. ഞാൻ യാക്കോബായ സഭയിലെ അകപ്പുറം ഇടവയിലെ ഇട്ടൂപ്പ് ആലുക്കൽ കൗർ എപ്പിസ്കോപ്പ. സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. ഒരു പെന്തക്കോസ്തുകാരൻ എൻ്റെ ഒരു വീഡിയോയിൽ കമൻ്റ് ഇട്ടു, സത്യവിശ്വാസം എന്ന് പറയണ്ട, നിങ്ങളുടെ സഭയിലെ വിശ്വാസം പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞതാണോ സത്യവിശ്വാസം? നിങ്ങൾ പെന്തക്കോസ്തുകാർ കന്യാമറിയാവുന്ന ദൈവപുത്രൻ ശരീരം സ്വീകരിച്ചില്ല എന്നൊക്കെയല്ലേ വിശ്വസിക്കുന്നത്? അത് സത്യവിശ്വാസമല്ല. നിങ്ങളുടെ IPS മെയിൻ പാസ്റ്ററായ പാസ്റ്റർ അഭിലാഷ് അത് സമ്മതിച്ചു കഴിഞ്ഞു. പിന്നെ നിങ്ങളുടെ മാമോദിസ ശരിയാണോ? അത് ശരിയല്ല. ഞാൻ വരുന്നവരെ ഇത് ചെയ്യണമെന്ന് പറഞ്ഞ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചോ? അത് ശരീര രക്തങ്ങളാണ് നിങ്ങൾ വിശ്വസിക്കുന്നില്ല. പരിശുദ്ധനായ പൗലോസിലെ പറയുന്നുണ്ട്, നിങ്ങളത് അയോഗ്യമായി ഭക്ഷിച്ചാൽ കർത്താവിന് ശരീരവും രക്തവും സംബന്ധിച്ച് നിങ്ങൾ കുറ്റക്കാരാണ്. ഇതൊന്നും നിങ്ങൾ വിശ്വസിക്കില്ല. നിങ്ങൾ കുറേ പാട്ടും കുറേ പ്രസംഗവും പറഞ്ഞിട്ട് നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല. യേശു ക്രിസ്തുവിൽ ദൈവത്വവും മനുഷ്യത്വവും ഒരിക്കലും വേർപിരിയാത്ത വിധം സംയോജിപ്പിച്ചിരിക്കുന്നു. ആ ദൈവ മനുഷ്യന് മാത്രമേ ലോകത്തിന് രക്ഷ നൽകുവാൻ സാധിക്കുകയുള്ളൂ. അതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ വേണം. പിന്നെ വേറെ പല സഭകളും അങ്ങനെ വിശ്വസിക്കുന്നില്ല. ദൈവത്വവും മനുഷ്യവും വേർതിരിച്ച് നിൽക്കാണെന്നൊക്കെ അവർ വിശ്വസിക്കുന്നു. നിങ്ങൾ പൂർണ്ണമായിട്ട് അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? ചിലർ പെന്തക്കോസ്തുകാരായിട്ട് ചിലർ വിശ്വസിക്കുന്നുണ്ടോ, ചിലർ വിശ്വസിക്കുന്നില്ല. കർത്താവ് സ്ഥാപിച്ച സത്യസഭ യാക്കോബായ സുറിയാനി സഭയാണ്. അതിൻ്റെ പിൻഗാമിയാണ്. പത്രോസാകുന്ന പാറമേൽ എൻ്റെ സഭയെ പഠിക്കുന്നു പറഞ്ഞാൽ അതിൻ്റെ പിൻഗാമികളാണ് ഞങ്ങൾ. നിങ്ങൾ വചനം തെറ്റായിട്ട് പഠിപ്പിക്കുകയാണ്. ഈയിടെ പാസ്റ്റർ സജീവ് വർഗീസ് ബംഗളൂർ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണോ അതേ ഒരു എണ്ണയാണോ എന്ന് ചോദിച്ചു. എന്താ അതിന് മറുപടി പറയണ്ടേ? അപ്പം ഞാൻ പറഞ്ഞു, കർത്താവിൻ്റെ മാമോദിസ സമയത്ത് പ്രാവിൻ്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. പെന്തിക്കോസ്ത് ദിവസത്തിൽ പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരുടെ മേൽ തീനാമിൻ്റെ സാദൃശ്യത്തിൽ ഇറങ്ങി വന്നു. ഞാൻ ആ പാസ്റ്ററുടെ വീഡിയോയിൽ കമൻ്റ് ഇട്ടു, ഈ പ്രാവും ഈ തീനാമും പരിശുദ്ധാത്മാവാണോ? മറുപടിയില്ല. അത് പറഞ്ഞു, ചോദ്യം മനസ്സിലായില്ല. ചോദ്യം മനസ്സിലാവട്ടെ. എങ്ങനെയാണ് വചനം പഠിച്ചാലേ ചോദ്യം മനസ്സിലാവുള്ളൂ. പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമായിട്ടാണ് പ്രാവ് ഇറങ്ങി വന്നത് അമ്മയെ കാണിക്കാൻ. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നെന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ പ്രതീകമായിട്ടാണ്. അതെന്നാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമായ മൂറൻ കൊണ്ട് കൊച്ചിനെ മുദ്രയിടുന്നത്. തീനാമം പ്രതീകമാണ്, എണ്ണയും പ്രതീകമാണ്, പിന്നെ വെള്ളം പ്രതീകമാണ്. ഇതൊക്കെ വേദോസത്തിലുള്ളതാ. തൈലം പൂശി പ്രാർത്ഥിച്ചില്ലേ? അപ്പം അവിടെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു വെച്ചാൽ അവിടെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു ഞങ്ങൾ പറയണില്ല. പക്ഷെ മാമോദീസായിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമായ മൂറോൻ കൊണ്ടാണ്. അവിടെയാണ് മൂറോൻ, മറ്റേത് തൈലമാണോ? വിശുദ്ധ തൈലം എന്ന് പറഞ്ഞാൽ എല്ലാം മൂറോനാണെന്ന് ഇരിക്കരുത്. മാമോദീസായിൽ തന്നെ സൈത്തൻ്റെ മൂറോനുണ്ട്. രണ്ടും രണ്ട് തരം തൈലങ്ങളാണ്. അതൊന്നും മനസ്സിലാക്കാതെയാണ് വേദോസം ശരിക്കും പഠിച്ചിട്ട് പൊന്നു പാസ്റ്റർ ഞാൻ പറഞ്ഞു. അപ്പോൾ ചോദ്യം മനസ്സിലായില്ലായിരുന്നു. പിന്നെ ഞാനൊന്നും പറയാൻ പോയില്ല. അതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞു, വെള്ളത്താലോ ആത്മാവാലോ എന്നുള്ളതിന് വെള്ളം വചനമാണെന്ന് സമർത്ഥിച്ചു. എങ്ങനെ സമർത്ഥിച്ചെന്ന് എനിക്കറിയില്ല. അതിന് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ അവിടുത്തെ വീഡിയോയിൽ അദ്ദേഹം അത് സമ്മതിച്ചപ്പെട്ടുണ്ട്. വെള്ളത്തിൽ മുങ്ങുമ്പോൾ നമ്മൾ കർത്താവിനോടുകൂടെ മരിച്ചടക്കപ്പെടുകയാണ്.
അപ്പോൾ വെള്ളം പോയി, വെള്ളം അതിനൊന്നുള്ള പോയി, വെള്ളം തന്നെയാണെന്ന് സമ്മതിച്ചു. ഇങ്ങനെ നമ്മൾ വചനം ശരിക്കും പഠിക്കുമ്പോഴേ അതിൻ്റെ കാര്യം മനസ്സിലാവുള്ളൂ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു മതി. അപ്പോൾ സത്യവിശ്വാസം തന്നെയാണ് ഞാൻ പഠിപ്പിക്കുന്നത്, ഒരു വ്യത്യാസമില്ല. അന്ത്യോക്യ അലക്സാന്ദ്രിയ വിശ്വാസങ്ങളാണ് വിശ്വാസമാണ്. അന്ത്യോക്യ അലക്സാന്ദ്രിയ അർമീനിയ, എന്നാലും ഒരു അല്പ വ്യത്യാസമുണ്ട് ഭാര്യയുടെ കാര്യത്തിൽ. കാതലായ വിശ്വാസങ്ങൾ അപ്പോസ്തോലിക സഭയുടെ പിന്തുടർച്ചതാണ്. കത്തോലിക്ക സഭ മനുഷ്യത്വവും ദൈവത്വവും വേർപെട്ടിരിക്കുന്നു എന്നാണ് പഠിപ്പിക്കുന്നത്. അതൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ ഒരു സ്വതന്ത്ര സഭയാണ്. കാതലായ അന്ത്യോക്യ വിശ്വാസവുമായിട്ടോ അലക്സാന്ദ്രിയ വിശ്വാസമായിട്ടോ അതിൻ്റെ പാരമ്പര്യമായിട്ടോ അവർക്കൊരു ബന്ധമില്ല. പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവയെ അംഗീകരിക്കാൻ അന്ത്യോക്യ വിശ്വാസം, അതായത് AD 321 കൂടി നിക്കിയ സുനോദോസാണ് തീരുമാനിച്ചത്. അന്ത്യോക്യയുടെയും കിഴക്കൊക്കെയുടെയും പരമാധികാരി അന്ത്യോക്യ പാത്രിയാർക്കീസാണ്. അത് അവർ അംഗീകരിക്കുന്നില്ല. സഭയുടെ സത്യവിശ്വാസം കൂടുതൽ രൂഢമൂലമായി പ്രഖ്യാപിക്കുന്നത് എന്നാണ്. അത് അംഗീകരിക്കാത്തിടത്തോളം കാലം അവരുടെ സഭയും ശ്ലൈംഗിക സഭയല്ല. ഞാനത് ദീർഘമായിട്ട് പറയുന്നില്ല, പറയുമ്പോൾ എല്ലാവർക്കും അത് ചൂടാവും. അതുകൊട്ടെ, ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, 2 ദിവസം മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ കണ്ടത്, യേശു ക്രിസ്തു ദൈവത്തിൻ്റെ സൃഷ്ടിയാണോ എന്ന് പറയും. സൃഷ്ടിയല്ല എന്ന് പറഞ്ഞു, പിന്നെ അദ്ദേഹം പറഞ്ഞു സൃഷ്ടിയാണെന്ന് പറഞ്ഞു. ഏതാ യോജിക്കേണ്ടെന്ന് അറിയില്ല. കൊലോസ്യർ 1:15 പറയുന്നുണ്ട്, അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും സർവ്വസൃഷ്ടിക്കും ആദ്യജാതനുമാകും. ദൈവത്തിൻ്റെ പ്രതിമയാണ്. പ്രതിമ എന്ന് വെച്ചാൽ അക്ഷരാർത്ഥത്തിൽ എടുക്കാൻ പറ്റില്ല. സാധാരണ പ്രതിമയ്ക്ക് ജീവനുണ്ടോ? അപ്പോൾ പുത്രൻ തമ്പുരാൻ പ്രതിമയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവനില്ലാത്തവരാണ്, വെറും ഡെഡ് ബോഡിയാണെന്നാണ് പറയുന്നത്, വിഗ്രഹം മാത്രമാണെന്നാണ് പറയുന്നത്. അല്ലല്ലോ. പിതാവിൻ്റെ ദൈവത്വവും പുത്രൻ്റെ ദൈവത്വവും ഒന്നാണ്. അവരുടെ കർത്താവിൻ്റെ ഞാനും പിതാവും ഒന്നാകും. പിന്നെ പറയേണ്ടത്, ഞാൻ പിതാവിനേക്കാൾ വലിയവനല്ലോ. അത് ആളത്വത്തിലാണ്. അത് ഞാൻ ഇതിപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ദേഹങ്ങൾ കേട്ടിട്ടുണ്ടോ? പുള്ളി സമ്മതിക്കല്ലെന്ന് പറഞ്ഞു. കുനൂമ കൂടാതെ അവന് വേറെ നാമമില്ലെന്ന് പറഞ്ഞാൽ കുനൂമ മനുഷ്യത്വത്തെ പറ്റിയാണ് പറയുന്നത്, അതായത് ആളത്വത്തെ പറ്റിയാണ് പറയുന്നത്. ആളത്വത്തിൽ പിതാവ് പുത്രൻ പരിശുദ്ധ എന്നല്ലാതെ വേറെ നാമമില്ലെന്നോ, അല്ലാതെ യഹോവ എന്ന് നാമമില്ലെന്നോ യേശു ക്രിസ്തു എന്ന് നാമമില്ലെന്നോ അതിനർത്ഥമില്ല. ഇവിടെ പ്രതിമ എന്ന് പറയുമ്പോൾ ഫോട്ടോ കോപ്പിയാണെന്ന് വിചാരിച്ചാലും ആ പ്രതിമയ്ക്കുള്ള എല്ലാം ഫോട്ടോ കോപ്പിക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ എല്ലാ ക്വാളിറ്റിയും ഫോട്ടോ കോപ്പിക്ക് ഉണ്ടെങ്കിൽ ആ ഫോട്ടോ കോപ്പി അറ്റസ്റ്റ് ചെയ്തെങ്കിലേ ഒറിജിനലാവും. അത് ശരിയാണ്. അതിലേക്കുള്ളൊരു വാക്ക് അവിടെ എഴുതാനില്ല, അതുകൊണ്ടായിരിക്കണം. ഇപ്പോൾ വെറും പ്രതിമയല്ല, ജീവനില്ലാത്തതല്ല, വിഗ്രഹമല്ല, പിതാവാ ദൈവത്തിൻ്റെ ആളത്തൊഴിച്ചുള്ള എല്ലാ ക്വാളിറ്റീസും കർത്താവിലുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ അവൻ സകല സൃഷ്ടിക്കും ആദ്യജാതനുമാകും. ഇവിടെ ആദ്യജാതൻ, സകല സൃഷ്ടിക്കും ആദ്യജാതൻ, സകല സൃഷ്ടിക്കും ആദ്യം സൃഷ്ടിക്കപ്പെട്ടവൻ എന്നല്ല പറഞ്ഞങ്ങനെ. ആദ്യം ജനിച്ചവൻ, ജാതൻ എന്ന് വെച്ചാൽ ജനിച്ചവൻ. അതായത് സ്വർഗം ഉണ്ടാകുന്നതിന് മുമ്പും മാലാഖമാരുണ്ടാകുന്നതിന് മുമ്പും മനുഷ്യരുണ്ടാകുന്നതിന് മുമ്പും സകല അണ്ടകടാഹങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എല്ലാം ഉണ്ടാകുന്നതിന് മുമ്പ് അവൻ പിതാവിൽ നിന്ന് ജനിച്ചു. എന്ന് വെച്ചാൽ അനാദികാലം മുതലേ അവൻ പിതാവിൽ നിന്ന് ജനിച്ചവനാണ്. അവൻ പിതാവിനോട് കൂടെ എപ്പോഴും ഉണ്ട്, എപ്പോഴും എന്നുമുണ്ട്. അവിടെ ആദ്യജാതൻ എന്ന് ചോദിച്ച് ആദ്യം സൃഷ്ടിക്കപ്പെട്ടവനെന്ന് അദ്ദേഹം പറയണില്ല കേട്ടോ. പക്ഷേ വേറെ പലരും അങ്ങനെ തെറ്റിദ്ധരിക്കുന്നുണ്ട്, അതുകൊണ്ട് പറഞ്ഞാണ്. അവസാനം അദ്ദേഹം പറയുന്നത്
അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റപ്പോൾ അവൻ സൃഷ്ടിയായി ആദ്യജാതനായി. അത് ശരിയാണ്. മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് കർത്താവാണ് ആദ്യം ഉയർത്തെഴുന്നേറ്റ്. പക്ഷേ ഇവിടെ അങ്ങനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ആദ്യജാതനാണ് കർത്താവെന്ന് അങ്ങനെ വായിക്കില്ലല്ലോ. സർവ സൃഷ്ടിക്ക് ആദ്യജാതൻ, എല്ലാ സൃഷ്ടികളെക്കാളും മുമ്പ് സൃഷ്ടിക്കപ്പെട്ടവനല്ല ജനിച്ചവൻ. അത് 1 യോഹന്നാൻ 5:1 ജനിച്ചവനും ജനിപ്പിച്ചവനും എന്ന് പറയുന്നുണ്ട് അദ്ദേഹം. അത് വായിച്ചു നോക്കിയാൽ മതി. ജനിപ്പിച്ചവൻ പിതാവ്, ജനിച്ചവൻ പുത്രൻ, അത്രേ ഉള്ളൂ. ആദ്യം ഉയർത്തെഴുന്നേറ്റുകൊണ്ട് അവൻ്റെ സൃഷ്ടിയാണെന്ന് പറയാൻ പറ്റില്ല. സൃഷ്ടിക്ക് ഒരിക്കലും ഉയർത്തെഴുന്നേക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. യേശുവിൽ ദൈവത്വവും മനുഷ്യത്വവും ഒരുപോലെ യോജിച്ച് നിൽക്കുകയാണ്. അവനാണ് ഉയർത്തെഴുന്നേറ്റത്, അല്ലെങ്കിൽ അവനെയാണ് പിതാവ് ഉയർപ്പിച്ചത്, രണ്ടും പറയാം. അവനെ ദൈവം ഉയർപ്പിച്ചു, അല്ലെങ്കിൽ അവനെ ഉയർത്തെഴുന്നേറ്റു, ഇത് രണ്ടും ശരിയാണ്. ഉയർത്തെഴുന്നേറ്റത് ഇപ്പോൾ അവൻ ആദ്യജാതൻ, അല്ലെങ്കിൽ ആദ്യ ഉയർത്തവൻ, അവൻ മനുഷ്യനാണ്, മനുഷ്യ സൃഷ്ടിയാണ്. എനിക്ക് ദൈവം മനുഷ്യനായി എന്നെ രക്ഷിച്ചു എന്ന് പറയുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മനുഷ്യനായിട്ടാണ് ജനിച്ചത്, പക്ഷെ അവന് ദൈവത്വമുണ്ടെന്നേ. ദൈവത്വമുള്ള ഒരാളെ സൃഷ്ടിയാണെന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റില്ല. അവൻ നമ്മെപ്പോലെ ഒരുത്തനായി, ഒക്കെ ശരിയാണ്, ജഡരക്തങ്ങളോട് കൂടി അവനായി. അവൻ ദൈവത്വം ഉപേക്ഷിച്ചു എന്നല്ല, ദൈവത്വം അവനിൽ എപ്പോഴും ഉണ്ട്. അതിൻ്റെ മഹത്വം മുറുകെ പിടിക്കാതെ അവൻ മനുഷ്യനായി, ദാസനായി, മനുഷ്യരൂപത്തിൽ വിളങ്ങി പ്രാപിച്ചു. 1 യോഹന്നാൻ 1:12 പറയുന്നു, അവൻ വചനം ജഡമായി, വചനം ജഡമായി, വചനം ജഡമാക്കി എന്നല്ല പറയണം. ആക്കി എന്ന് പറഞ്ഞല്ലോ, ദൈവം ആക്കണം, ദൈവമല്ലേ. ആയി എന്ന് ദൈവം പറഞ്ഞാൽ അത് എങ്ങനെ ആയി എന്നുള്ളത് ചിന്തിക്കണം. പിന്നെ അദ്ദേഹം പറയുന്നത്, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ, നസ്രായനായ യേശു എന്ന് പറയാൻ അദ്ദേഹത്തിന് ഒരു മടിയില്ല. പറയാൻ എന്ത് കുഴപ്പം? അവിടെ കർത്താവും ദൈവവുമായെന്ന് അവിടെ പറയേണ്ട കാര്യമില്ല. നീ ഉപദ്രവിക്കുന്ന യേശുവാണെന്ന് ഞാനെന്ന് ശൗലിനോട് പറഞ്ഞാൽ മതി, അവനത് മനസ്സിലായി. അവന് സംശയം ഉണ്ടായില്ല. പിന്നെ നീ ദൈവമാണോ, നിന്റെ ദൈവത്വമുണ്ടോ, നീ വേറെ മനുഷ്യനില്ലെന്ന് ശൗരി ചോദിച്ചില്ലല്ലോ. അങ്ങനെയൊന്നും ശൗരി ചോദിച്ചില്ല. പിന്നെ അദ്ദേഹം പറയുന്നത്, ദൈവം അവനെ പാപമാക്കി. അത് ശരിയാണ്, അവനെ പാപമാക്കി. കാരണം അവനെ പാപമാക്കിയെങ്കിൽ ലോകത്തിൻ്റെ പാപത്തെ ക്രൂശിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പാപാവസ്ഥയിലുള്ളവരൊക്കെ മനുഷ്യരാണ്, പാപമാക്കുന്നവർക്ക് ആ മനുഷ്യൻ മാത്രമായി. അതുകൊണ്ട് അവൻ സൃഷ്ടിയാണ്. അപ്പോൾ ദൈവത്തെ പോയോ? പാപാവസ്ഥയിലുള്ളവരൊക്കെ മനുഷ്യരൊക്കെ പാപാവസ്ഥയിലാണ്. അങ്ങനെ ഒരു പാപം ഇല്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നില്ല ലോകത്ത്. ദൈവം ഭൂമിയിൽ മണ്ണെടുത്ത് ആദമിനെ സൃഷ്ടിച്ചപ്പോൾ പാപത്തിലാണോ സൃഷ്ടിച്ചത്? മനുഷ്യരല്ലേ സൃഷ്ടിച്ചത്? പഴയ നിയമസഭ മണവാട്ടിയായിരുന്നു എന്ന് പറയണം. ഈ ആദമും ഹവ്വായും മണവാട്ടി സഭയായിരുന്നു എന്ന് ആ പിതാക്കന്മാർ പഠിപ്പിക്കുന്നു. വാചകങ്ങളുണ്ട്, നോക്കിയെടുത്ത് തരണം. അവൻ പാപം ചെയ്തപ്പോഴാണ് മണവാട്ടി സഹനമൊക്കെ പോയി. പാപം ചെയ്യുന്നതിന് മുമ്പ് അവൻ മനുഷ്യൻ തന്നെ ആകാം, ഹവ്വായും മനുഷ്യനായി. അപ്പോൾ മനുഷ്യരൊക്കെ പാപിയാണ്. പാപമാക്കിയെന്ന് പറഞ്ഞാൽ അത് സൃഷ്ടിയാണ്. സൃഷ്ടിക്കുന്നവരൊക്കെ പാപികളാണ്. ദൈവത്തിന് മാത്രമേ പരിശുദ്ധരായിട്ടിരിക്കാവൂ. ദൈവത്തിൻ്റെ പരിശുദ്ധവും ആദമിൻ്റെ പരിശുദ്ധവും എന്തോ ഒരു വ്യത്യാസമുണ്ട്, അത് ഞാൻ പറയേണ്ട കാര്യമില്ല. ഒരിക്കലും സൃഷ്ടിയല്ല, സൃഷ്ടിയാണെന്ന് വിശ്വസിക്കാനാണ് മനുഷ്യനായിട്ട് വന്നു. അപ്പോൾ
അവൻ പാപത്തോടുകൂടി സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയേണ്ടി വരും. പരിശുദ്ധാത്മാവ് മറിയത്തിൽ ആവസിച്ചു. അവളെ ആദാമ്യഭാവത്തിൽ നിന്നും കർമ്മഭാവത്തിൽ നിന്നും ശുദ്ധീകരിച്ചാണ് കർത്താവ് അലിജടം ധരിക്കുന്നത്, വചനം ധരിക്കുന്നത്. അത് മനസ്സിലാക്കാതെ കണ്ട് ദൈവമാണെന്ന് അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ പാപമാക്കി എന്ന് പറയുമ്പോൾ അവന് സൃഷ്ടിയായി. അങ്ങനെ സൃഷ്ടിയായ ഒരു മനുഷ്യൻ വന്ന് എനിക്ക് വേണ്ടി മരിക്കുന്നതാണ് എനിക്ക് സന്തോഷം. അപ്പോൾ ദൈവത്തെ പോയി സൃഷ്ടിയായ മനുഷ്യൻ മരിച്ചാലൊന്നും പാപത്തിന് കിട്ടില്ല. ദൈവവും മനുഷ്യനുമായവൻ, സൃഷ്ടി അല്ലാത്ത മനുഷ്യൻ. മറിയാമിൻ്റെ ഉത്തരത്തിൽ വചനമാണ് ഇടപെടുത്തത്. സ്വാഭാവിക വിവാഹബന്ധം കൊണ്ടുണ്ടായതല്ല ദൈവപുത്രൻ. പരിശുദ്ധാത്മാവിൻ്റെ മേൽ വരും, നീ ഗർഭത്തിരിക്കും, ആകയാൽ ഉത്ഭവിക്കുന്ന പ്രജ, അതുകൊണ്ട് ഉത്ഭവിക്കുന്ന പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കുന്നു. ആ വചനത്തിനും ദൈവപുത്രനും. വചനം ആദ്യമേ ദൈവപുത്രനാണ്, അല്ലാന്നല്ല പറയണത്. പക്ഷേ ഇവിടെ വിളിക്കപ്പെടുന്നു പ്രകടമായിട്ട് ആ വചനം തന്നെയാണ് ജനമെടുത്തതെന്ന് വ്യക്തമായിട്ട് പറയാനാണത്. അപ്പോൾ പാപമാക്കി എന്ന് പറഞ്ഞതുകൊണ്ട് സൃഷ്ടിയാണ് യേശുക്രിസ്തു എന്ന് ഒരിക്കലും ധരിക്കരുത്. തെറ്റാണ്. ഒരു സൃഷ്ടിക്ക് നമ്മെ രക്ഷിക്കാൻ സാധ്യമല്ല. ദൈവവും മനുഷ്യനുമായ ഒരുവന് മാത്രമേ നമ്മെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. മറിയാമിൽ നിന്ന് വചനം ജനമെടുത്തുകൊണ്ട് യേശുക്രിസ്തു ഒരു സൃഷ്ടിയാണെന്ന് പറയാൻ പറ്റില്ല. പാപമാക്കി എന്ന് പറഞ്ഞതുകൊണ്ടും സൃഷ്ടിയാണെന്ന് പറയാൻ പറ്റില്ല. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.